ഗൈസ്, വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കൊൽക്കത്ത. അപ്പോൾ കൊൽക്കത്തയുടെ രണ്ടാമത്തെ ഡേയിലാണ് ഞാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മെയിൻ കാണാൻ പോകുന്നത് ഹൗറ ബ്രിഡ്ജാണ്. ഹൗറ ബ്രിഡ്ജും ആ സൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉള്ളത് ഹുഗ്ലി റിവറിൻ്റെ സൈഡിൽ തന്നെയാണ്. നേരെ കാണുന്നത് തന്നെയാണ് ഹൗറ ബ്രിഡ്ജ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വരുന്നുണ്ടായിരുന്നുള്ളൂ, വരുന്ന വഴിയാണിത്. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കട്ട് കണ്ടപ്പോൾ കയറിയതായിരുന്നു ഞാൻ. ഇങ്ങനൊരു കട്ടാണ്. ഇവിടെ ഇങ്ങനെ കുറേ കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തർ മുങ്ങി കുളിക്കുന്നതും ഇതാക്കുന്നതൊക്കെ. ഇത് ഈ റിവറാണ് ഹുഗ്ലി റിവർ. ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ഈ ബ്രിഡ്ജിലും ഈ കാണുന്ന ബോട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ച് പറയാം ഏതൊക്കെയാണൊക്കെ. ഹൗറ ബ്രിഡ്ജ് പോകുന്ന വഴിക്ക് കണ്ടതാണിത്. ഇതാണ് റെയിൽ മ്യൂസിയം. ഇതൊരു മ്യൂസിയമാണ് സംഭവം. ഇവിടെ എൻട്രി ടിക്കറ്റൊക്കെ ഇത്രയാണ് വരുന്നത്. 30 രൂപ, 10 രൂപ, 200 രൂപ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് ടിക്കറ്റൊക്കെ. വാക്കിങ്ങിനും കൂടി പറ്റിയ സ്ഥലമാണിത്. ഈ കാണുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്, ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഏതാണ്ട് 23 പ്ലാറ്റ്ഫോമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ളത്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹൗറ ബ്രിഡ്ജും വരുന്നത്. ഇതിങ്ങനെ കിടക്കുക റെയിൽവേ സ്റ്റേഷൻ, കുറേ ഉണ്ട്. നമ്മളിത് ഹൗറ ബ്രിഡ്ജിലെത്തി. ഈ കാണുന്നതാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ബ്രിഡ്ജ്. ഈ കാണുന്ന ഹൗറ ബ്രിഡ്ജിൽ എത്ര സിനിമകളൊക്കെ ഷൂട്ട് ചെയ്താണെന്നറിയോ? എൻ്റെ അറിവിൽ തന്നെ 96 മൂവിയിൽ ലൈഫ് ഓഫ് റാം സോങ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂര്യൻ്റെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, ആദവൻ പടത്തിലെ കുറെ സീൻസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കളിയാക്കലൊന്നും വേണ്ട. പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? പിന്നെ ഈ റിവർ തന്നെയാണ് തോന്നുന്നു. ആ സൂര്യയും വടുവേലും ഒക്കെ ആ ബോട്ടിൽ പോകുന്നതും വടുവേലിനെ ഭീഷണിപ്പെടുത്ത സീനൊക്കെ ഈ റിവറിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്തേ എൻ്റെ അറിയിൽ ഈ 2 മൂവിയും. പിന്നെ ഈ 2 മൂവിയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. ഇതൊരു ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ്. ഞാൻ പാലം ക്രോസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സൈഡിൽ കൂടെ പോയായിരുന്നു. അപ്പം കണ്ട ഈ മാർക്കറ്റ്, അത് നല്ല റഷൊക്കെ ഉണ്ട്. ആൾക്കാർ തമ്മിൽ ഇടിക്കുന്നൊക്കെ ഉണ്ട്. വെയിറ്റൊക്കെ ചുമന്ന് പോയിട്ട്. പൂവൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ബൊക്കൊക്കെ വെക്കുന്ന ടൈപ്പ് റോസാപ്പൂവും കാര്യങ്ങളൊക്കെ. നോക്കി കണ്ടും പോയില്ലെങ്കിൽ നമ്മൾ ഇടിക്കും. ഇതൊക്കെ നോക്ക്, ഇവിടുത്തെ പൂവൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഓണത്തിന് മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതേപോലെ പൂക്കൾ നിൽക്കുന്നത്. ഈ പൂവൊന്നും നമ്മുടെ നാട്ടിലും കിട്ടൂല. ഇവിടെ എന്താണ് ഈ പൂവൊക്കെ ഇത്രയും എവിടുന്നാന്നും ആർക്കാണ് കാണാൻ മേടിക്കുന്നതെന്നും മനസ്സിലാവുന്നുമില്ല. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് ഹൗറ ബ്രിഡ്ജ്. ഞാനിപ്പോൾ അതിലേ ഇങ്ങനെ നടന്ന് വന്ന് ക്രോസ് ചെയ്ത മാർക്കറ്റിൽ കൂടെ ഇറങ്ങിയതാണ് ഇവിടെ എത്തിയത്. ഇവിടെയൊക്കെ നല്ല പൂ വേസ്റ്റും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫോട്ടോസും വീഡിയോസ് എടുക്കാറുണ്ട്. ഇവിടെ നല്ല കിടിലൻ സ്വീറ്റ്സ് ഒക്കെ കാണാനുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഗുരുദ്വാരയാണ്. ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു 800 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലഞ്ച് ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഫ്രീ ആയതുകൊണ്ട് ഇതാണ് ഗുരുദ്വാര. നമ്മൾ ഹൗറ ബ്രിഡ്ജിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നിട്ട് കോളേജ് സ്ട്രീറ്റിലെത്തി. ഈ കാണുന്നതൊക്കെ കോളേജ് സ്ട്രീറ്റിൻ്റെ ബുക്ക് സ്റ്റോളുകളാണ്. ഇതങ്ങാണ്ടാണ് ഇന്ത്യത്തെയോ ഏഷ്യത്തെയോ ബിഗ്ഗസ്റ്റ് ബുക്കിൻ്റെ എന്താ പറയുക സ്ട്രീറ്റ് പോലത്തെ സംഭവം. ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് കോളേജ് സ്ട്രീറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ, ഇന്ത്യത്തെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് അല്ലെങ്കിൽ എന്തോ ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ബുക്കിൻ്റെ തന്നെ സ്റ്റോറുകളാണ്. ആ വഴി അങ്ങ് അറ്റം വരെയൊക്കെ ബുക്ക് സ്റ്റോറാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ഇന്ത്യൻ കോഫി ഹൗസ് കോളേജ് സ്ട്രീറ്റ്. ഇവിടുത്തെ തിരക്കും കണ്ടില്ലേ. ഞാനപ്പോൾ അതിൻ്റെ അകം കാണിച്ചു തരാം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇവിടെ ഒരു ബുക്ക് സ്റ്റോറൊക്കെ ഉണ്ട്. ഈ കാണുന്നൊക്കെയാണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇതാണ് അപ്പോൾ കോഫി ഹൗസ് വരുന്നത്. ആളുടെ ഫോട്ടോസൊക്കെ കാണാം നമുക്ക്.
ഇതിൻ്റെ മേലോട്ടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മേലോട്ടേക്ക് പോയി നോക്കാം. മേലോട്ടേക്ക് ഇങ്ങനെയാ. ഓ ഇവിടെ ഇതാണ് ഇവിടുത്തെ വ്യൂ. പക്ഷേ ഗൈസ് ഇവിടുത്തെ ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് കൊള്ളില്ല എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാ അങ്ങനെയും പറഞ്ഞു കേട്ട് ഞാൻ ഇത്രയും വർഷം പഴക്കളോട് മാത്രം ഇവിടെ വന്നാണ്. ഇവിടെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് ഫുഡിനൊക്കെ. ചായക്കും കോഫിക്കൊക്കെ 40 രൂപ, 55 രൂപ, 70 രൂപയൊക്കെയാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ ഇപ്പോൾ വില കുറഞ്ഞ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 34 രൂപയാണ് ഈ ഒരു സാധാ കോഫിക്ക് റേറ്റ് വരുന്നത്. പിന്നെ അത് 24 രൂപയ്ക്ക് ബ്ലാക്ക് കോഫിയാണ്, നമ്മുടെ നാട്ടിലെ കട്ടൻ ചായ. ഇതിന് വരും 34 രൂപയുള്ളൂ ഇവിടെ. പിന്നെ 45, 65 ആ റേറ്റിലാണ്. ഇതാണ് ഗൈസ് കൊൽക്കട്ടയത്തെ ഓൾഡസ്റ്റ് മെട്രോ സ്റ്റേഷൻ്റെ ആകോ. ഇതാണ് ഇവിടുത്തെ കൊൽക്കട്ട മെട്രോ. ഗൈസ് അപ്പോൾ ഇന്നത്തെ കൊൽക്കത്ത വീഡിയോ ഇന്നത്തോടെ കയ്യാണ്. ഞാൻ ഇപ്പോൾ താമസിച്ച ഗുരുദ്വാരയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ പുള്ളി ഇപ്പോഴത്തെ ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഇനി ഞാനിപ്പം പോകുന്നത് സിലുഗുരി എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറണം. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ കയറിയിട്ട് നാളെ രാവിലെ സിലുഗുരി എത്തും. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ ബൈ.